My dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. GDP is the market value of goods and services produced within a domestic territory of a country. അതെ, ആഭ്യന്തര സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമാണ് GDPയിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ദേശീയ വരുമാനത്തിൽ ഒരു രാജ്യത്തെ പൗരന്മാർ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലും, അതായത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിലും വിദേശത്തും ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങളുടെ മൂല്യം കണക്കാക്കേണ്ടതുണ്ട്. That is GNP or the gross national product. GNP is the value of goods and services produced by the normal residents of a country, whether they are located within the national boundary or abroad. Then how to find GNP? GNP equal to GDP plus net factor income from abroad. Net factor income from abroad equal to factor income earned from the rest of the world minus factor income paid to the rest of the world. അതായത് വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഉൽപാദന ഘടകങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ആഭ്യന്തര സമ്പദ്ഘടനയിൽ ജോലി ചെയ്യുന്ന വിദേശ ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം മൈനസ് ചെയ്താൽ NFIA or നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലുള്ള വിദേശ കാർ ഫാക്ടറിയായ ഹുണ്ടായുടെ പ്രോഫിറ്റ് നമ്മുടെ GDPയിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വരുമാനം നമ്മുടെ GDPയിൽ ആഡ് ചെയ്യണം. ഇങ്ങനെ ലഭിക്കുന്ന വാല്യൂ ആണ് GNP. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യേണ്ടതുണ്ട്. കാരണം depreciation does not become part of anybody's income. GNP minus depreciation equal to NNB. ഈ വേരിയബിൾസ് എല്ലാം മാർക്കറ്റ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസിന്റെ പ്രത്യേകത, മാർക്കറ്റ് പ്രൈസിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. പല ഗുഡ്സിന്റെയും പാക്കറ്റിൽ വിലയുടെ കൂടെ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനർത്ഥം മാർക്കറ്റ് പ്രൈസിൽ ഇൻഡയറക്റ്റ് ടാക്സും ഇൻക്ലൂഡഡ് ആണ്. ചില പ്രോഡക്ട്സിന്റെ മേൽ ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, എന്നാൽ ചില പ്രോഡക്ട്സിന് സബ്സിഡി നൽകുന്നു. ഫോർ എക്സാമ്പിൾ, പെട്രോളിന് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, എന്നാൽ കുക്കിംഗ് ഗ്യാസിന് സബ്സിഡി അനുവദിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ഇൻകം കണ്ടെത്തണമെങ്കിൽ ടാക്സ് മൈനസ് ചെയ്യുകയും സബ്സിഡി ആഡ് ചെയ്യുകയും വേണം. Indirect tax minus subsidy equal to NIT or net indirect tax. മാർക്കറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്ത NNBയിൽ നിന്ന് NIT മൈനസ് ചെയ്താൽ ഫാക്ടർ കോസ്റ്റ് വാല്യൂ കണ്ടെത്താനാകും. ദാറ്റ് ഈസ് NNBFC. NNBFC equal to national income. Factor cost means cost for factors of production such as land, labor, capital and entrepreneurship or production cost. It does not include net indirect tax, but the market price value include net indirect tax. Clear ആയോ? ഫാക്ടർ കോസ്റ്റ് വാല്യൂവിൽ ടാക്സ് ഇൻക്ലൂഡഡ് അല്ല, എന്നാൽ മാർക്കറ്റ് പ്രൈസ് വാല്യൂവിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി പറയാം. ആദ്യം GDP കണ്ടുപിടിക്കുക, GDPയോട് NFIA ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് GNP. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് NNB. This is NNB at market price. NNB at market price ൽ നിന്ന് net indirect tax മൈനസ് ചെയ്യുക, that is NNB at factor cost. NNB at factor cost is equal to national income. Next is nominal and real GDP. GDP രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം, നോമിനൽ GDP ആൻഡ് റിയൽ GDP. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. സപ്പോസ് ഒരു എക്കോണമിയിൽ ഒരു ബ്രെഡ് പ്രൊഡ്യൂസിംഗ് ഫേം മാത്രമേ ഉള്ളൂ. In the year 2000, this firm is producing 100 packets of bread at the rate ₹10. Then GDP equal to 10 into 100 equal to 1000. In the year 2001, the price rise to 15 and the firm produces 110 packets of bread. Then GDP equal to 110 into 15 equal to 1650. എന്നാൽ 2000 റേറ്റ് ആയ ₹10 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ലഭിക്കുന്ന GDP 10 into 110 equal to 1010. The bigger GDP 1650 is only due to rise in price. ഇത് യഥാർത്ഥ GDP ഗ്രോത്ത് അല്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ
GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തെ ബേസ് ഇയറായും ആ വർഷത്തെ വിലയെ ബേസ് ഇയർ പ്രൈസ് ഓർ കോൺസ്റ്റന്റ് പ്രൈസായും കണക്കാക്കുന്നു. ഇപ്രകാരം കോൺസ്റ്റന്റ് പ്രൈസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP ആണ് റിയൽ GDP. എന്നാൽ കറന്റ് പ്രിവെയിലിംഗ് പ്രൈസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP ആണ് നോമിനൽ GDP. ക്ലിയർ? Nominal GDP is the value of GDP at the current prevailing price, but the real GDP is evaluated at some base price. The ratio of nominal to real GDP gives us an idea of how the prices have moved from the base year to the current year. The ratio of nominal to real GDP is called GDP deflator. Capital letter GDP stands for nominal GDP and small letter GDP stands for real GDP. GDP deflator equal to nominal GDP by real GDP. Sometimes the deflator is denoted in percentage terms. In such a case, deflator equal to GDP by GDP into 100%. In our previous example, nominal GDP equal to 1650 and real GDP equal to 1100. GDP deflator equal to 1650 by 1100 equal to 1.50 or 150%. Next is consumer price index and wholesale price index. Consumer price index is the ratio of the cost of purchase of a given basket of commodities in the current year to the cost of purchase of the same basket in the base year. Wholesale price index is the index for wholesale prices. In countries like USA, it is referred to as producer price index. രണ്ട് വ്യത്യസ്ത കാലയളവിനുള്ളിൽ ഒരു ഉപഭോക്താവ് വാങ്ങുന്ന നിശ്ചിത സാധനങ്ങളുടെ റീറ്റെയിൽ പ്രൈസിലെ മാറ്റത്തിന്റെ സൂചികയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. എന്നാൽ രണ്ട് വ്യത്യസ്ത കാലയളവിനുള്ളിലെ മൊത്തവിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ സൂചികയാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. Difference between consumer price index and GDP deflator. Consumer price index do not represent all the goods which are produced in a country. GDP deflator account all goods and services. Consumer price index ൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളും ഉൾപ്പെടുന്നില്ല. എന്നാൽ GDP deflatorൽ എല്ലാ ചരക്ക് സേവനങ്ങളും കണക്കിലെടുക്കുന്നു. Consumer price index include prices of imported goods. GDP deflator does not include prices of imported goods. Consumer price index ൽ imported goods ന്റെ പ്രൈസും ഉണ്ടായിരിക്കും. എന്നാൽ GDP deflatorൽ imported goods ന്റെ പ്രൈസ് ഉൾപ്പെടുന്നില്ല. The weights are constant in consumer price index, but the weights may differ in GDP deflator. Consumer price index ൽ അളവ് സ്ഥിരമാണ്. എന്നാൽ GDP deflatorൽ ഓരോ ഉൽപ്പന്നത്തിന്റെയും അളവ് വ്യത്യസ്തമാണ്. Then what are the limitations of using GDP as an index of welfare of a country? First one is distribution of GDP. How uniform is it? If the GDP of the country is rising, the welfare may not rise as a consequence. This is because the rise in GDP may be concentrated in the hands of very few individuals or firms. ഏതാനും ചിലരുടെ വരുമാനം വർദ്ധിക്കുകയും ഭൂരിപക്ഷം പേരുടെയും വരുമാനം സ്ഥിരമായിരിക്കുകയും ചെയ്താലും GDP വർദ്ധിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ GDP വർദ്ധിച്ചതിന്റെ ഫലമായി ക്ഷേമം വർദ്ധിച്ചു എന്ന് പറയുവാൻ കഴിയുകയില്ല. സോ GDP വർധനവ് ക്ഷേമത്തിന്റെ ഒരു സൂചകമല്ല. Second limitation is non-monetary exchanges. Many activities in an economy are not evaluated in monetary terms. Thus, GDP may be underestimated. For example, വീട്ടമ്മമാരുടെ സേവനം, ബാർട്ടർ എക്സ്ചേഞ്ചസ് ഇവയൊന്നും GDPയുടെ കണക്കിൽ പെടുന്നില്ല. അതിനാൽ GDPയുടെ കണക്ക് യഥാർത്ഥത്തിലുള്ള ക്ഷേമത്തെ സൂചിപ്പിക്കുന്നില്ല. Third limitation is externalities. Externalities refer to the benefits or harms a firm or an individual causes to another for which they are not paid or penalized. So there is the possibility of overestimation or underestimation. For example, ഒരു ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം അടുത്തുള്ള പുഴ മലിനമാകുന്നു. ആ പ്രദേശത്തെ ആളുകൾക്ക് ശുദ്ധജലക്ഷാമം, രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു.
ഈ ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം GDP യിൽ നിന്ന് മൈനസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ GDP ഓവർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയുടെയോ ഉൽപാദക യൂണിറ്റിന്റെയോ പ്രവർത്തന ഫലമായി മറ്റ് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഉണ്ടാകുന്ന നേട്ടമോ കോട്ടമോ ആണ് എക്സ്റ്റേണാലിറ്റീസ്. സോ GDP ഈസ് നോട്ട് എ വെൽഫെയർ ഇൻഡിക്കേറ്റർ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് പഠിക്കുക. ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാം. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, ചെയ്തു നോക്കുക. താങ്ക് യു.